കാഴ്ച പരിമിതിയുള്ളയാൾ റോഡിലെ കുഴിയിൽ വീണു. കുടിവെള്ള പൈപ്പ് പൊട്ടിയാണ് റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടത്. 4 ദിവസമായിട്ടും കുഴിയടയ്ക്കാൻ നടപടി ഇല്ലാത്തതാണ് ഇതിന് വഴിവെച്ചത് എന്ന് നാട്ടുകാർ പറയുന്നു. AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഉന്മേഷ് നഗരത്തിലെ പ്രധാന പാതയിൽ, അതായത് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗത്താണ് ഈ റോഡ് ഇത്തരത്തിൽ പൊളിഞ്ഞിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ കുടിവെള്ള പൈപ്പ് പൊട്ടിയാണ് റോഡിൽ വലിയ കുഴി രൂപപ്പെടുന്നത്. ഈ കുഴിയിലാണ് ഇപ്പോൾ ഇന്ന് കാഴ്ച പരിമിതിയുള്ള ആൾ കുഴഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ കുഴിയിൽ വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത് 4 ദിവസം കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ കുഴി അടയ്ക്കാൻ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ശില്പ സിൽക്സിനോട് ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുഴി ഈ വ്യാപാര സ്ഥാപനത്തെ സംബന്ധിച്ചും ഈ കുഴിയിലേക്ക് വെള്ളമൊക്കെ ഒഴുകുമ്പോൾ അത് അവരുടെ അണ്ടർഗ്രൗണ്ടിലുള്ള കടകളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ വ്യാപാരികളെ സംബന്ധിച്ചും കാൽനട യാത്രക്കാരൊക്കെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഈ റോഡ് ഈ അടുത്ത് പണി പൂർത്തിയാക്കിയ റോഡാണ്. ആ റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ഭീമൻ കുഴി ഉണ്ടാകുന്നത്. ആ കുഴി ഇപ്പോൾ വ്യാപാരികൾക്കും നാട്ടുകാർക്കും ഒക്കെ വലിയൊരു വള്ളിയായി മാറിയിരിക്കുകയാണ്. ഇന്നാണ് ഒരാൾ ഈ കുഴിയിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായത്. കാഴ്ചാപരിമിതി ഇല്ലാത്ത ആളാണ് വീണ്. എന്തായാലും നാട്ടുകാർ ഉടൻ തന്നെ ഇയാളെ രക്ഷപ്പെടുത്തുകയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തു. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എന്തായാലും ഈ കുഴി ഒരു വില്ലനാവുകയാണ് പത്തനംതിട്ട നഗരത്തിൽ. ഉന്മേഷ്, AV ജയശങ്കറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.